എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഇമെയിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം അതൊരു വൺ വേ ട്രാൻസാക്ഷനാണ്. വൺ വേ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് മെയിൽ അയക്കാനും പറ്റുന്നുണ്ട്, കിട്ടുന്നുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വൺ വേ ആകുന്നത്? രണ്ട് സൈഡിലേക്കും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അറ്റ് എ ടൈം അത് വൺ വേയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് മെയിൽ അയച്ചാൽ അത് വൺ സൈഡ്, മറ്റേ സൈഡിലേക്കാണ് പോകുന്നത്. അയാൾ അയക്കുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഒരു മെയിൽ ഒരു ഡയറക്ഷനിലേ പോകുന്നുള്ളൂ എന്നാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമെയിൽ ഈസ് വൺ വേ ട്രാൻസാക്ഷൻ ആണ്. If A sends an email to B, it is one way transaction. If B replies to A, that is another one way transaction. രണ്ടും ഓരോ ട്രാൻസാക്ഷനാണ്. ഓരോ മെയിലും ഒരേ ഡയറക്ഷനിൽ മാത്രമേ പോകുന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഇൻ്റർമീഡിയറി സർവീസസ് ഓൾവേസ് കീപ് റണ്ണിങ് ടു ട്രാൻസ്ഫർ ദ ഇമെയിൽസ്. ഇമെയിലിൻ്റെ സെർവറുകൾ എപ്പോഴും റണ്ണിങ് ആയിരിക്കും ഈ ഇമെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോഴേ മെയിൽ നമ്മൾ കാണുന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സ്റ്റോർ ചെയ്തേക്കുന്ന സെർവർ എപ്പോഴും റണ്ണിങ് ആയിരിക്കും. അതാണ് ഇമെയിൽ. ഇമെയിലിനെ പറ്റി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇമെയിലിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർക്കിടെക്ചറാണ്. അതായത് ഒരു യൂസർ ഏജൻറ്റ് കാണും. യൂസർ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമെയിൽ യൂസ് ചെയ്യുന്ന ആൾ ഒരു ബ്രൗസർ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴിയോ ആയിരിക്കും മെയിൽ ആക്സസ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഒരു യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ, അതിന് യൂസർ ഏജൻറ്റ് എന്ന് പറയും. MTA ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയും. മെസ്സേജ് ട്രാൻസ്ഫർ, അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് ഇങ്ങോട്ട് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഏജൻ്റ് ഉണ്ട്. അതിന് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്പിൽ അതിൻ്റെ ഒരു പാർട്ടുണ്ടാവും. അതിന് MTA ക്ലയൻ്റ് എന്ന് പറയും. അതുപോലെ ഇപ്പോൾ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിൻ്റെ സെർവറിൽ ഒരു മെയിൽ ട്രാൻസ്ഫർ സെർവർ ഉണ്ടാവും. അതിന് MTA സെർവർ എന്നും പറയും. മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ്, ട്രാൻസ്ഫർ അതിൻ്റെ പേര് തന്നെയുണ്ട്. മെയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏജൻറ്റാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ പോസ്റ്റ്മാൻ ലെറ്ററൊക്കെ കൊണ്ടുപോകില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇനി ഇവിടെ ഒരു സ്പൂൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു സ്പൂൾ എന്ന് പറഞ്ഞാൽ അതൊരു ക്യൂ ആണ്. ഒരു ക്യൂ, അയക്കാനുള്ള മെയിലുകളെല്ലാം ഒരു സെർവറിൽ, ഒരു ജിമെയിലിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു മെയിൽ ബോക്സിലേക്കായിരിക്കും, ഇപ്പോൾ യാഹൂയിലേക്കായിരിക്കും നമ്മൾ അയച്ചേക്കുന്നത്. ജിമെയിലിൽ നിന്ന് യാഹൂയിലേക്കായിരിക്കും അയച്ചേക്കുന്നത്. അപ്പോൾ ഇതിവിടെ സ്പൂൾ ആദ്യത്തെ ക്യൂവിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് വീണ്ടും ഈ സെർവറിൽ തന്നെ വീണ്ടും ഒരു ക്ലയൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്പൂളിൽ നിന്ന് ഓരോന്നെടുത്ത് വേറെ മറ്റ് സെർവറുകളിലേക്കാണ്, അതായത് ഇപ്പോൾ ജിമെയിലിൽ നിന്ന് യാഹൂയിലേക്കാണ് അല്ലെ ഹോട്ട്മെയിലിലേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു MTA ക്ലയൻ്റ് ഉണ്ട്. ബേസിക്കലി റിസീവ് ചെയ്തിട്ട് ഇവിടുന്ന് അയച്ച് സെർവറിലേക്ക് അയച്ചു കൊടുക്കുന്നവന് ഇവിടെ ഒരു MTA ക്ലയൻ്റ് എന്ന് പറയും. അത് സെർവറിൽ ഇരുന്ന് റിസീവ് ചെയ്യുന്നവന് MTA സെർവർ എന്ന് പറയും. അതുപോലെ വീണ്ടും ഒരു സെർവറിൽ നിന്ന് മറ്റൊരു സെർവറിലേക്ക് അയച്ചു കൊടുക്കുന്നവന് MTA ക്ലയൻ്റ് എന്ന് വീണ്ടും പറയും. അപ്പുറത്തെ സെർവറിൽ അത് റിസീവ് ചെയ്യുന്നവനെ MTA സെർവർ എന്ന് പറയും. ഇവിടെയും MTA സെർവർ റിസീവ് ചെയ്യുമായിരുന്നു, ഇവിടെയും MTA സെർവർ റിസീവ് ചെയ്യുകയാണ്. ഇവിടെ MTA ക്ലയൻറ്റ് സെൻഡ് ചെയ്യുവാണ്, ഇവിടെയും MTA ക്ലയൻറ്റ് സെൻഡ് ചെയ്യുവാണ്. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അപ്പോൾ MTA സെർവർ MTA ക്ലയൻറ്റും ഉണ്ട്. രണ്ടും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്നാണ് പേര്. മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റിൽ അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുന്നവന് ക്ലയൻ്റ് എന്നും റിസീവ് ചെയ്യുന്നവന് സെർവർ എന്നും പറയും. MTA സെർവറും ക്ലയൻറ്റും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഫുൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു മെയിലിൻ്റെ സെർവറാണ്. ഇത് മറ്റൊരു മെയിലിൻ്റെ സെർവറാണ്. എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ രണ്ടും ഒന്നും ആവാം കേട്ടോ. അത് ഇപ്പം ഞാൻ കുറച്ചുകൂടെ മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ജിമെയിലിൻ്റെ സെർവറാണെന്നും ഇത് യാഹൂവിൻ്റെ സെർവറാണെന്നും വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇത് ജിമെയിലിൻ്റെ സെർവറും ഇത് ഹോട്ട്മെയിലിൻ്റെ സെർവറും ആണെന്ന് വിചാരിക്കുക, അല്ലെ വേറെ എന്തെങ്കിലും ഒരു മെയിലിൻ്റെ സെർവറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വന്നു, ഇവൻ അടുത്ത മെയിലിൻ്റെ സെർവറിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഇവൻ ഇവിടെ റിസീവ് ചെയ്തിട്ട് ഒരു മെയിൽ ബോക്സിൽ സ്റ്റോർ ചെയ്യും. നമ്മളെപ്പോഴും മെയിലിനെല്ലാം മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുക, അങ്ങനെ പറയാറുണ്ടോ നിങ്ങൾ? സാധാരണ അങ്ങനെ പറയാറുണ്ടായിരുന്നു പണ്ടൊക്കെ. മെയിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമെന്ന് പറയും മെയിൽ നോക്കാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ബോക്സസ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്താണ് ഇപ്പോൾ ഒരു സ്ഥലം, അതിന് പറയുന്ന പേര് ബോക്സസ് എന്നാന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഈ മെയിൽ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ജിമെയിലിൻ്റെ ഒരു സെർവർ ഉണ്ടാവും. ജിമെയിലിൻ്റെ സെർവറിൽ നമുക്ക് വേണ്ടിയിട്ടൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബോക്സിനകത്തായിരിക്കും നമ്മുടെ മെയിലെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ യാഹൂയിലേക്കാണ് മെയിൽ അയച്ചത്. അപ്പോൾ യാഹൂ മെയിലിൻ്റെ സെർവറിലെത്തി. അവിടെ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ tijosto@yahoo എന്നായിരിക്കും ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ tijosto@yahoo എന്ന് പറയുന്ന ഒരു ബോക്സ് ഇതിനകത്ത് കാണും. ആ ബോക്സിനകത്ത് അത് സേവ് ചെയ്ത് വെക്കും.
അതാണ് MTA സെർവർ ചെയ്യുന്നത്. ഇനിയുള്ള ഒരു ഡിവൈസ് MAA ആണ്, മെസ്സേജ് ആക്സസ് ഏജൻറ്റ് എന്നാണ് അതിൻ്റെ പേര്, മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. അപ്പോൾ ഈ ബോക്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇപ്പം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അല്ല ഞാനിപ്പോൾ മെയിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല, മെയിൽ ഇവിടെ കിടന്നോളും. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് യൂസർ ഇവിടെ ഈ സൈഡിലൊരു യൂസർ ഏജൻ്റ് ഉണ്ട്, ഈ സൈഡിലൊരു യൂസർ ഏജൻ്റ് ഉണ്ട്. ഇത് ഇവിടുന്ന് അയക്കുന്ന മെയിൽ ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഇപ്പുറത്തെ സൈഡിലൊരു വേറൊരു ജിമെയിലോ യാഹൂ ഏതാണെന്ന് വെച്ചാൽ അത് കാണും. അപ്പം അവിടുന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു മെസ്സേജ് ആക്സസ് ക്ലയൻ്റ് ഉണ്ട്. ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, മെസ്സേജിലേക്ക് ആക്സസ് ചെയ്യാമെന്നാണ്. അപ്പോൾ മെസ്സേജിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലയൻറ്റ് ഇവിടെ ഉണ്ട്. അവൻ ഈ മെസ്സേജ് ആക്സസ് സെർവറിലേക്ക് കണക്ട് ചെയ്യും. ഈ മെസ്സേജ് ആക്സസ് സെർവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ കറസ്പോണ്ടിങ്, അപ്പോൾ ഇവൻ ആക്സസ് ചെയ്തപ്പോൾ ഇവൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ചെക്ക് ചെയ്യും. ആ യൂസർ നെയിം പാസ്വേഡും ഒക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ഏത് മെയിൽ ബോക്സിൻ്റെ ഉടമസ്ഥനാണെന്ന് മനസ്സിലാവും. ആ മെയിൽ ബോക്സിലെ ഡാറ്റ എടുത്തിട്ട് ഇവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് എനിക്ക് മെയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ പോവുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ സാധാരണ ഒരു മെയിൽ കാണാൻ പറ്റുന്നത്. ഇതിപ്പം നിങ്ങൾ അയച്ചേക്കുന്ന അതല്ലേ, ദീപയുടെയൊക്കെ പ്രൊജക്റ്റിൻ്റെ കോഡ് ഇവിടെയുണ്ട്. കുറേ പേര് നിങ്ങൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന മെസ്സേജ്, ആരൊക്കെ ലേറ്റായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം ഈ മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഇത് ഇപ്പോൾ കോളേജിൻ്റെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനെയാണ് CTWPT എന്ന് പറയുന്ന ഒരു മെയിൽ ബോക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് Gmail. അപ്പോൾ Gmail എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഈ CT@WPT എറണാകുളം എന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൽ ഈ മെയിലെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ ആക്സസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ മെസ്സേജ് ആക്സസ് ക്ലയൻറ്റ് നേരെ Gmailൻ്റെ സെർവറിൽ പോയിട്ട് എൻ്റെ ബോക്സിലുള്ള സാധനങ്ങൾ എടുത്ത് ഇവിടെ എന്നെ കൊണ്ട് കാണിക്കും. ആ കാണിക്കുന്ന ഭാഗമാണ് ഞാനിവിടെ കാണുന്നത്. ക്ലിയർ ആണോ? ചുമ്മാ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് തന്നേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മോസില്ല തണ്ടർബേർഡ് എന്നൊക്കെ പറയുന്ന പണ്ടൊരു മെയിൽ സെർവർ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണിത്. നമ്മൾ Gmail പോലെ പണ്ടുണ്ടായിരുന്ന സാധനങ്ങളാണ്. അതുപോലെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഔട്ട്ലുക്ക് ആയിരുന്നു ആദ്യകാലത്ത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന മെയിൽ എന്ന് പറയുന്നത്. ഞാൻ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എന്നൊക്കെ പറയുന്നത് ഔട്ട്ലുക്കിലായിരുന്നു. ഔട്ട്ലുക്ക് വളരെ രസകരമായ ഒരു സാധനമാണ്. അതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിൽ പോലും ആലോചിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മെയിൽ നിങ്ങൾ എവിടെ നിന്ന് ആക്സസ് ചെയ്താലും നിങ്ങൾക്ക് ആ മെയിൽ കിട്ടും. അത് മെയിലിൻ്റെ ആർക്കിടെക്ചർ ഞാൻ പഠിപ്പിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു സെർവറിൽ സ്റ്റോർ ചെയ്യത്തൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും വെച്ച് അത് ഓപ്പൺ ചെയ്ത് വായിച്ചാൽ ആ കമ്പ്യൂട്ടറിലേക്ക് അത് ഡൗൺലോഡായി കിടക്കും. പിന്നെ വേറൊരു കമ്പ്യൂട്ടർ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊരു മെയിൽ വന്നു, നിങ്ങൾ ആ മെയിൽ നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ അല്ല കോളേജിലെ കമ്പ്യൂട്ടറിൽ വന്നിരുന്ന് നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ല എങ്കിൽ എന്താ അവസ്ഥ? അങ്ങനെയായിരുന്നു ഔട്ട്ലുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കമ്പ്യൂട്ടറിൽ വെച്ച് നമ്മളൊരു മെയിൽ വായിച്ചാൽ അത് ആ കമ്പ്യൂട്ടറിൽ സ്റ്റോറായി കിടക്കും. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് എടുത്ത് നോക്കിയാൽ ആ മെയിൽ കാണാൻ പറ്റത്തില്ല. പുതുതായിട്ട് ഏതെങ്കിലും മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു ഔട്ട്ലുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വൺസ് അപ്പോൺ എ ടൈം. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇപ്പം ഔട്ട്ലുക്ക് ഉണ്ട്, പക്ഷേ ഔട്ട്ലുക്കിൻ്റെ വർക്കിംഗ് ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നും അല്ല, അതൊക്കെ മാറ്റി. അപ്പോൾ ഇലക്ട്രോണിക് മെയിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പിന്നെ കോമൺ സിനാരിയോ, ദ സെൻഡർ ആൻഡ് ദ റിസീവർ ഓഫ് ദ ഇമെയിൽ. സെൻഡറിനും റിസീവറിനും ആലിസും ബോബെന്നും പറയും. ആലിസ് മെയിൽ അയക്കുന്നു, ബോബ് റിസീവ് ചെയ്യുന്നു. ആർ കണക്റ്റഡ് വയ ലാൻ ഓർ വാൻ. എങ്ങനെയോ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ലാനോ വാനോ എങ്ങനെയെങ്കിലും ആവാം. ദ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ക്രിയേറ്റഡ് വൺ മെയിൽ ബോക്സ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ Gmailൻ്റെ സെർവർ ആയിരിക്കും. one mailbox for each user when the received messages are stored. മെയിൽ ബോക്സ് ഞാൻ പറഞ്ഞു, സെർവറിൽ ഒരു മെയിൽ ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എ മെയിൽ ബോക്സ് ഇസ് പാർട്ട് ഓഫ് ദ സെർവർ ഹാർഡ് ഡ്രൈവ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെർവറിൻ്റെ ഹാർഡ് ഡിസ്കിൽ കുറച്ച് സ്പേസ് ആണ് മെയിൽ ബോക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് Gmail ആക്സസ് ചെയ്താലും, കോളേജിൽ പോയി Gmail ആക്സസ് ചെയ്താലും, കോട്ടയത്ത് എൻ്റെ വീട്ടിൽ പോയിരുന്ന് ആക്സസ് ചെയ്താലും എനിക്ക് കാണാൻ പറ്റുന്നത് ഒരേ മെയിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സെർവറിൻ്റെ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്തേക്കുന്ന സാധനം എന്നെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എവിടെ നിന്ന് എടുത്ത് കാണിച്ചാലും ഞാൻ ഏത് ലൊക്കേഷനിലിരുന്നാലും അത് സെയിം ആയിരിക്കും കാണുന്നത്. ക്ലിയർ ആണല്ലോ? ആ പിക്ചർ ക്ലിയർ ആയിരിക്കണം, ഡൗട്ടൊന്നും ഉണ്ടാവരുത്. എ സ്പെഷ്യൽ ഫയൽ വിത്ത് ദ പെർമിഷൻ റെസ്ട്രിക്ഷൻ. അത് മെയിൽ ബോക്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫയലാണ്. അതിന് പെർമിഷൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. പെർമിഷൻ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചേക്കുന്ന മെയിൽ ഞാൻ ആക്സസ് ചെയ്യും, ഞാൻ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് കറക്റ്റ് ആയാൽ മാത്രമേ എനിക്കത് കാണാൻ പറ്റുള്ളൂ, ഇല്ല എങ്കിൽ അതെന്നെ കാണിക്കില്ല. അപ്പോൾ അങ്ങനെ ആക്സസ് റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതാണ്.
അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ഓൾസോ ക്രിയേറ്റഡ് എ ക്യൂ സ്പൂൾ ടു സ്റ്റോർ മെസ്സേജസ് വെയിറ്റിംഗ് ടു ബി സെൻഡ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ടാവും ഒരു സെർവറിൽ. ഇപ്പോൾ ഇത് യാഹൂൻ്റെ അല്ല ജിമെയിലിൻ്റെ സെർവറാണെന്ന് വിചാരിക്കുക. ജിമെയിലിലേക്ക് ഇതുപോലെ പല ക്ലയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അയക്കുന്നത് ഓരോന്ന് സെർവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവനൊരു സ്പൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. സ്പൂൾ, അതിൻ്റെ പേര് സ്പൂൾ, ക്യൂ ആണ്, അതിൻ്റെ പേര് സ്പൂൾ എന്നും പറയും. വെയിറ്റിംഗ് ടു ബി സെൻഡ്. Send an email. To send an email, Alice and Bob uses 3 different agents. ഒന്ന് യൂസർ ഏജൻറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റും ഒരു മെസ്സേജ് ആക്സസ് ഏജൻറ്റും കാണും. ഇതിൽ ഓരോന്നിനും ക്ലയൻറ്റ് സെർവറും ഉണ്ടെന്ന് മനസ്സിലാക്കുക. യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം ടു പ്രിപ്പയർ മെസ്സേജ്. നമ്മൾ അവിടെയാണ് മെയിൽ ടൈപ്പ് ചെയ്യുന്നത്, കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ആക്ച്വൽ ആപ്ലിക്കേഷനാണ്. റിസീവർ interrupts the mail. It can be കമാൻഡ് ലൈൻ ഇൻ്റർഫേസോ ഓർ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസോ ആവാം. അത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഒന്നും ഇപ്പോൾ മെയിലിൽ യൂസ് ചെയ്യാറില്ല, എല്ലാം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് മാത്രമേ ഉള്ളൂ. നമുക്ക് മൗസൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ചെയ്യുന്ന ELM പൈൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് മെയിലുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ഞാൻ പോലും കണ്ടിട്ടില്ല. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് പോലും അതൊന്നും കണ്ടിട്ടില്ല. ബട്ട് GUI ആയിട്ടാണ് ഇപ്പോൾ എല്ലാം. അതായത് നമുക്കെല്ലാം ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതല്ലേ, മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതിനാണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റില്ല, നമ്മൾ കമാൻഡ് ടൈപ്പ് ചെയ്ത് കീബോർഡ് ഉപയോഗിച്ച് മാത്രം മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ യൂസർ ഏജൻറ്റ് 2 രീതിയിലും ഉണ്ടെന്നാണ് പറയുന്നത്. ടെക്സ്റ്റൊക്കെ പഴയതായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഉണ്ട്, ചിലപ്പോൾ ഇപ്പോഴും കാണുമായിരിക്കും കേട്ടോ, തിയറിറ്റിക്കലി അത് കാണുമായിരിക്കും. പിന്നെ ഉള്ളത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞു, പുഷ് പ്രോഗ്രാം ടു ട്രാൻസ്ഫർ ദ ഇമെയിൽ ഫ്രം വൺ പോയിന്റ് ടു അനദർ. അതൊരു പുഷ് പ്രോഗ്രാമാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി വിടുകയാണ്, തള്ളുകാരനാണ്. ഇനി മെസ്സേജ് ആക്സസ് ഏജൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ പുൾ പ്രോഗ്രാം ടു ഗെറ്റ് ദ ഇമെയിൽ ഫ്രം വൺ പോയിന്റ് ടു അനദർ. പുൾ പ്രോഗ്രാം ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴാണ് എൻ്റെ മെയിൽ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് അപ്പോഴേ ആ സമയത്ത് അവിടുന്ന് ഡാറ്റ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ, അപ്പോഴേ മെസ്സേജ് ആക്സസ് ഏജൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. The given electronic mail system needs 2 user agents. 2 യൂസർ ഏജൻറ്റ് ഉണ്ടാവും, 2 പെയർ ഓഫ് MTAs ഉണ്ടാവും. നമുക്കറിയാം ക്ലയൻറ്റും സെർവറും ഉണ്ടാവും. 2 ക്ലയൻറ്റ് ആൻഡ് 2 സെർവർ ഉണ്ടാവും അല്ലേ. രണ്ടെണ്ണം ഇവിടെ കണ്ടില്ലേ, MTA ഒരു ക്ലയൻറ്റും ഒരു സെർവറും ഇവിടെയുണ്ട്, MTA ഒരു ക്ലയൻറ്റും ഒരു സെർവറും ഇവിടെയുണ്ട്. അപ്പം മൊത്തം 4 എണ്ണം ഉണ്ട്. MTA 2 പെയറുണ്ട്. അതുപോലെ മെസ്സേജ് ആക്സസ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരു പേരേ ഉള്ളൂ, ഒരു പേരേ മാത്രമേ ഉള്ളൂ. MTA 4 എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ 2 പേരുണ്ട്. 2 പേരെന്ന് പറഞ്ഞാൽ 2 × 2 4. ഇത് ഒരു പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ക്ലിയർ ആണോ? ആണെങ്കിൽ അടുത്ത ടോപ്പിക്. സെൻഡിങ് ആൻ ഇലക്ട്രോണിക് മെയിൽ അയക്കുന്നത്. യൂസർ ക്രിയേറ്റ്സ് എ മെയിൽ ത്രൂ എ യൂസർ ഏജൻറ്റ്. മെയിലിൽ അയാൾ ടൈപ്പൊക്കെ ചെയ്യും, ഫ്രമും ടു ഒക്കെ ടൈപ്പ് ചെയ്യും, കമ്പോണൻസ് ഒക്കെ ടൈപ്പ് ചെയ്യും. ദ ഇമെയിൽ ഹാസ് ആൻ എൻവലപ്പ് ആൻഡ് എ മെസ്സേജ്. ഒരു എൻവലപ്പ് ഒരു മെസ്സേജും പോലെയൊക്കെ ഉണ്ടാവും. അതാണ് ഈ വലത്ത് സൈഡിൽ കാണിച്ചേക്കുന്നത്. ദ എൻവലപ്പ് യൂഷ്വലി കണ്ടെയ്ൻസ് ദ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൽ അയക്കുന്നത് എൻവലപ്പിനകത്ത് ഇട്ട് വിടുമെന്നല്ല, തിയറിറ്റിക്കലി അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നാണ്. നമുക്ക് കാണാനൊന്നും പറ്റില്ല, എൻവലപ്പ് ഉള്ളതുപോലെ ആക്ട് ചെയ്യും. ദ എൻവലപ്പ് യൂഷ്വലി കണ്ടെയ്ൻസ് sender address, the receiver address and other information. Sender address ഉം receiver information ഇതൊക്കെ ഇതിനകത്തുണ്ടാവും. എൻവലപ്പ്. ദ മെസ്സേജ് കണ്ടെയ്ൻസ് ഹെഡർ ആൻഡ് ബോഡി. മെസ്സേജിനകത്തൊരു ഹെഡറും ഒരു ബോഡിയും കാണും. നിങ്ങൾ ഹായ് ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് അയക്കുന്ന പാർട്ട് കാണും. അതുപോലെ ഒരു ഹെഡർ, ഫ്രം, ടു, ഏത് ഡേറ്റിൽ അയച്ചു, സബ്ജക്റ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിലിന് സബ്ജക്റ്റൊക്കെ വെക്കൂലേ, അതുപോലെ വയ്ക്കുന്ന സാധനങ്ങളാണ് ഹെഡറിലുണ്ടാവുക. ഈ ഹെഡറും ബോഡിയും കൂടെ ഒന്നിച്ച് നമ്മൾ മെസ്സേജ് എന്ന് പറയും. ഈ മെസ്സേജിനെ ഒരു ഫുള്ളായിട്ട് ഒരു എൻവലപ്പിലിട്ട് പുറത്ത് ഫ്രമും ടു അഡ്രസ്സ് എഴുതിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എൻവലപ്പ് എന്ന് പറയുന്നത്. ദ ഹെഡർ ഓഫ് ദ മെസ്സേജ് ഡിവൈൻസ് ദ സെൻഡർ, റിസീവർ, ദ സബ്ജക്റ്റ് ഓഫ് ദ മെസ്സേജ് ആൻഡ് സം അതർ ഇൻഫർമേഷൻ. അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ കാണും. ദ ബോഡി ഓഫ് ദ മെസ്സേജ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ ഇൻഫർമേഷൻ ടു ബി റെഡ് ബൈ ദ റെസിപ്പിയൻറ്റ് വായിക്കേണ്ടിയ മെസ്സേജ് ബോഡി പാർട്ടിലായിരിക്കും ഉണ്ടാവുക. റിസീവിങ് മെയിൽ എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്ന യൂസർ ഏജൻറ്റ് ഈസ് ട്രിഗേർഡ് ബൈ ദ യൂസർ. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴാണോ ലോഗിൻ ചെയ്യുന്നത് അപ്പോഴേ ഉള്ളൂ. അപ്പോൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് ചെയ്ത് സെൻഡ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് പുഷ് ഓപ്പറേഷനാണ് നടക്കുന്നത്, ഇവിടുന്ന് തള്ളി അങ്ങോട്ട് വിടും. അതേസമയം റിസീവ് ചെയ്യുന്ന സൈഡിൽ എന്താ നടക്കുന്നത്, ഞാൻ ലോഗിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് മാത്രമേ ഡാറ്റ അവിടുത്തെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. ഫുൾ ഓപ്പറേഷനാണ് നടക്കുന്നത്. if a user has a mail, the user agent informs the user with a notice. നമുക്കറിയാം
ചിലപ്പോൾ നമുക്ക് മെയിലൊക്കെ വന്നു കഴിയുമ്പോൾ പുതിയൊരു മെയിൽ വരുവാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാണിക്കാറുണ്ട് അല്ലേ, ജിമെയിലൊക്കെ മെയിലിൽ നോട്ടിഫിക്കേഷൻ കാണിക്കാം. അങ്ങനെ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ കാണിക്കാം. The user can select any of the messages and display its content on the screen. ഏത് നമുക്കുള്ള മെസ്സേജുകളെല്ലാം അവിടെ കാണിക്കും. നമ്മുടെ മെയിൽ ബോക്സിൽ കയറുമ്പോൾ കാണത്തില്ലേ, ഏത് വേണേലും ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റുമെന്ന്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അഡ്രസ്സ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഒരു ലോക്കൽ പാർട്ടും ഉണ്ടാവും, ഒരു ഡൊമൈൻ നെയിമും ഉണ്ടാവും. നമുക്കറിയാം @ രണ്ടിൻ്റെ ഇടയ്ക്ക് @ സിമ്പിൾ കാണും. നിങ്ങളുടെ പേര് @gmail.com ആണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്ന് പറയുന്നത് ലോക്കൽ പാർട്ട്. നിങ്ങളുടെ പേര് വെറും ലോക്കൽ ആയതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്, അതിന് ലോക്കൽ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെറും ലോക്കൽ നെയിമാണല്ലോ എന്ന് പറഞ്ഞ് വിചാരിക്കേണ്ട. ലോക്കൽ നെയിമും അതിൻ്റെ ജിമെയിൽ എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ യാഹൂ എന്ന് പറയുന്ന പാർട്ടിന് മെയിൽ സെർവറും അല്ലെങ്കിൽ എക്സ്ചേഞ്ചർ എന്നും പറയും. The local part defines the name of the special file used by the mailbox. ആ മെയിൽ ബോക്സിൻ്റെ പേര് അതായിരിക്കും. At the receiver for the user stored or retrieval by the message access. അപ്പോൾ ലോക്കൽ പാർട്ടും ഡൊമൈൻ പാർട്ടും ഉണ്ടാവും. ഡൊമൈൻ എന്ന് പറയുന്ന ആ സെർവറിലായിരിക്കും. ആ സെർവറിൽ നമ്മുടെ മെയിൽ അഡ്രസ്സിൻ്റെ പേരിട്ടേക്കുന്നത് ഇതായിരിക്കും. പ്രോട്ടോകോൾസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോണിക് മെയിൽ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ആലിസും ബോബും തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആലിസ് ബോബിന് മെയിൽ അയക്കുകയാണെങ്കിൽ ആലിസിൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ ജിമെയിൽ ആവാം. ജിമെയിലിൽ നിന്ന് മെയിൽ സെർവറിലേക്ക് പോകുന്നുണ്ടാവും. മെയിൽ സെർവറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം മെയിൽ ട്രാൻസ്ഫർ ഏജൻ്റാണ് അവിടെ പണി ചെയ്യുന്നത്. മെയിൽ ട്രാൻസ്ഫർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ മെയിൽ സെർവറിൽ ആക്ച്വലി ഇവൻ്റെ സെർവർ അത് റിസീവ് ചെയ്യും. സെർവർ നമുക്കറിയാം MTA സെർവറാണ് അത് റിസീവ് ചെയ്യുന്നത്. എന്നിട്ട് MTA ക്ലയൻ്റ് എന്ന് പറയുന്നത് അടുത്ത സെർവറിലേക്ക് സെൻഡ് ചെയ്യും ഇൻ്റർനെറ്റ് വഴി. അപ്പോൾ അങ്ങനെ അതും ഈ MTA പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. MTAയുടെ ക്ലയൻറ്റും സെർവറും ഉണ്ടാവും. പിന്നെ ഇവൻ്റെ ആക്ച്വൽ മെയിൽ സെർവറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവൻ ഇവിടുന്ന് ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിനു മുമ്പ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു പുഷ് ഓപ്പറേഷൻ നടക്കും, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു പുഷ് ഓപ്പറേഷൻ നടക്കും. ഇത് രണ്ടും ഡാറ്റ തള്ളിവിടുവാണ്. എപ്പോൾ കിട്ടുന്നോ അപ്പം തന്നെ തള്ളിവിടും. ഇതിന് രണ്ടിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് SMTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് SMTP പ്രോട്ടോക്കോളിൻ്റെ ഫുൾ ഫോം. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ SMTP. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് SMTP എന്താണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പുഷാണ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇവിടെ രണ്ടും SMTP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് നടക്കുന്നത്. ഇവൻ എപ്പോൾ ആവശ്യപ്പെടുന്നോ അപ്പോൾ ഡാറ്റയെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവരുവാണ്. പോപ്പ് ഓപ്പറേഷനാണ് നടക്കുന്നത്. ആ പോപ്പ് ഓപ്പറേഷന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് പുൾ ഓപ്പറേഷനാണ് നടക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് POP എന്നും പറയും, ഓർ IMAP. രണ്ട് പ്രോട്ടോക്കോളുണ്ട്. POP എന്ന് പറഞ്ഞാൽ പോപ്പ് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കേണ്ട. ഇത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നാണ് ഇതിൻ്റെ പറയുന്നത്. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ. അങ്ങനെ താഴത്തെ സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. ഇൻ്റർമീഡിയറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ അങ്ങനെ വേണ്ട. അപ്പോൾ ഈ റിസീവ് ചെയ്യുന്ന സൈഡിൽ മാത്രം പോപ്പോ IMAPO ആയിരിക്കും ഉപയോഗിക്കുന്നത്. സെൻഡ് ചെയ്യുന്ന സൈഡിൽ SMTP ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? അപ്പോൾ മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് SMTP പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ദ ഫോർമൽ പ്രോട്ടോക്കോൾ ദെൻ ഡിഫൈൻസ് ദ മെയിൽ ട്രാൻസ്ഫർ ക്ലയൻറ്റ് ആൻഡ് സെർവർ ഇൻട്രാക്ഷൻ നടക്കുന്നത് അങ്ങനെയാണ്. അതാണ് യൂസ് ചെയ്യുന്ന ഫോർമൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. SMTP ഈസ് യൂസ്ഡ് 2 times. 2 തവണ യൂസ് ചെയ്യും. കാരണം മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് 2 തവണ ആക്ട് ചെയ്യുന്നുണ്ട്. 2 തവണ ആക്ട് ചെയ്യുന്നില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടും മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. 2 തവണ SMTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നു. 2 times between the sender and the sender's mail server and between the 2 mail servers. സെൻഡറുടെ മെയിൽ സെർവറും തമ്മിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സെൻഡറുടെ മെയിൽ സെർവറും റിസീവറുടെ മെയിൽ സെർവറും തമ്മിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. പുഷ് പ്രോട്ടോക്കോൾ. ഇതൊരു പുഷ് പ്രോട്ടോക്കോളാണ്. ഞാൻ പറഞ്ഞു മെസ്സേജ് കിട്ടി അപ്പം തന്നെ തള്ളി അടുത്ത സ്ഥലത്തേക്ക് വിടുവാണ്. ഇറ്റ് പുഷസ് ദ മെസ്സേജ് ഫ്രം ക്ലയൻറ്റ് ടു സെർവർ. ഡൺ ബൈ കമാൻഡ്സസ് ആൻഡ് റെസ്പോൺസസ്. സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമാൻഡുകൾ അയച്ചു അതിൻ്റെ റെസ്പോൺസ് കിട്ടുകയാണ് ചെയ്യുന്നത്. കമാൻഡ് എന്ന് പറയുന്നത് ഒരു കീവേഡും അത് കഴിഞ്ഞൊരു കോളൻ സിമ്പിൾ ഇട്ടിട്ട് ആർഗ്യുമെൻറ്റുമായിട്ടായിരിക്കും കമാൻഡുകൾ അയക്കുന്നത്. കമാൻഡിൻ്റെ ഫോർമാറ്റ് അങ്ങനെയാണ്. സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഒരു കീവേഡ് ഉണ്ടാവും, അത് കഴിഞ്ഞൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹലോ എന്ന് പറയുന്ന കീവേഡ് സെൻറ്ററിൻ്റെ ഹോസ്റ്റ് നെയിം ആയിരിക്കും അയക്കുന്നത്. സെൻറ്റേഴ്സ് ഹോസ്റ്റ് നെയിം ആദ്യം അയച്ചു കൊടുക്കും. അപ്പോൾ ഹലോ കോളൻ അഡ്രസ്സ്. ഇപ്പം ഒരു
ഒരു വെബ്സൈറ്റിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേര് facebook.com എന്നൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ മെയിൽ ഫ്രം എന്ന് പറയുന്നത് സെൻഡറുടെ മെയിൽ ID കൊടുക്കും. pettyjostom@gmail.com എന്നാണെങ്കിൽ അത് കൊടുക്കും, അല്ല ct@wpt@gmail.com എന്നാണെങ്കിൽ അത് കൊടുക്കും. റെസിപ്പിയൻ ടു ആർക്കാണ് അയക്കുന്നതെന്ന് വെച്ചാൽ റെസിപ്പിയൻ ടു എന്നിട്ടിട്ട് കോളൻ ഇട്ടിട്ട് റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സ് അയക്കും. അതുപോലെ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് കോളൻ ഇട്ടിട്ട് ആക്ച്വൽ ബോഡി ഓഫ് ദ മെയിൽ, നമ്മൾ ഹായ് ഹലോ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് യുവർ സിൻസിയർലി എന്നും പറഞ്ഞ് എൻഡ് ചെയ്തേക്കുന്നിടം വരെയുള്ള സാധനമാണ് ബോഡി ഓഫ് ദ മെയിൽ എന്ന് പറയുന്നത്. അത് ഡാറ്റ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടായിരിക്കും സെൻഡ് ചെയ്യുന്നത്. പിന്നെ കണക്ഷൻ ക്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിറ്റും പിന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീസെറ്റും ഒക്കെ ഉണ്ടാവും. അതിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. ക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ എക്സിറ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേറെ ആർഗ്യുമെൻറ്റ്സ് ഒന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അബൌട്ട്സ് ദ കറണ്ട് മെയിൽ ട്രാൻസാക്ഷൻ, ആ കറണ്ട് മെയിൽ അയച്ചു കഴിഞ്ഞു എന്നറിയാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ക്വിറ്റ് മെസ്സേജ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കമാൻഡിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഏതിൽ SMTPയിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുന്ന MTA ആണ് SMTP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ പേരുകളുണ്ട്, എന്നാലും സംഭവം സിമ്പിളാണ്. നിങ്ങൾ പേരുകളെല്ലാം കൺഫ്യൂഷൻ വരുത്താതെ ഓരോന്നും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഇങ്ങനെ ഓരോന്ന് അയച്ചു കൊടുക്കുമ്പോഴും അതിന് റെസ്പോൺസ് ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ അയക്കുന്നത്, അപ്പോൾ ഇവൻ ഇങ്ങോട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അയക്കുന്നത്. അപ്പോൾ ഈ സെർവർ തിരിച്ച് ക്ലയൻറ്റിന് ഒരു റെസ്പോൺസ് കൊടുക്കും. ആ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പഠിച്ച പോലെ തന്നെ HTTPയിൽ പഠിച്ച പോലെ തന്നെയാണ് വരുന്നത്. ഒരു 3 ഡിജിറ്റ് നമ്പറും ഒരു ഡിസ്ക്രിപ്ഷനുമാണ് വരുന്നത്. ആ 3 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും വലത്ത് വരുന്നത്. 3 ഡിജിറ്റ് കോഡ് ദാറ്റ് ക്യാൻ ബി ഫോളോഡ് ബൈ ആൻ അഡീഷണൽ ടെക്സ്ച്വൽ ഇൻഫർമേഷൻ ഉണ്ടാവും. 220 സർവീസ് റെഡിയാണ്, 250 റിക്വസ്റ്റ് കമാൻഡ് കംപ്ലീറ്റഡ്, അല്ലെ മെയിൽ ബോക്സ് നോട്ട് അവൈലബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവൻ ഇവിടുന്ന് ഹലോ എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റ് നെയിം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹോസ്റ്റ് നെയിം ആക്സസ് ചെയ്യുമ്പോൾ ആ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ 450 എന്ന് പറയുന്ന റെസ്പോൺസ് ആയിരിക്കും അവന് കിട്ടുന്നത്. അല്ലെങ്കിൽ ആക്സസ് ചെയ്തു എല്ലാം ക്ലിയർ ആണെങ്കിൽ അവന് കിട്ടുന്നത് 220 സർവീസ് റെഡി എന്ന് പറയുന്നതായിരിക്കും കിട്ടുന്നത്. ഇത്രയും ക്ലിയർ ആണോ?